ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തലശ്ശേരി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീ ഒ നിതീഷിൻ്റെ കൂടെയാണ്. നമസ്തേ. അതെ, നമസ്തേ. എങ്ങനെയാണ് ഈ വലിയ ചൂടും കാര്യങ്ങളൊക്കെയാണ്, പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒന്ന്, ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവങ്ങളിൽ നമ്മളെങ്ങനെയാണ്, എത്ര സന്തോഷത്തോടു കൂടിയാണ് പങ്കെടുക്കാറ്. ആ സമയത്ത് ചൂട്, വെയിൽ, രാത്രി, പകൽ ഒന്നും നോക്കാറില്ല. എല്ലാവരും അതിൻ്റെ പാർട്ടാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. അതുപോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഭാരതീയ ജനതാ പാർട്ടി തലശ്ശേരി മണ്ഡലത്തോട് അവസരം തന്നതാണ്. അതുകൊണ്ട് മാക്സിമം ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ചൂടുണ്ട്, വെയിലുണ്ട്, സത്യമാണ്. പക്ഷേ അതൊക്കെ വകവെക്കാതെ ജനങ്ങളുടെ അടുത്തേക്ക് നേരിട്ടെത്താനുള്ള ഒരു പരിശ്രമമാണ്. ശ്രീ നിതീഷിനെ കാണുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇത്രയും വർഷത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു ഇതുണ്ട്. ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഒരു മൂന്നാം ബദലായി വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ വലിയ പിന്തുണ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ഊർജം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് വളർന്നു വന്നത്. അതെ, ഒരുമാതിരി നമ്മളെ പിന്നെ ഒരു ഒട്ടുമിക്ക നമ്മളിപ്പോൾ ഒരു കേരളത്തിൽ മാത്രമല്ലാണ്ട് തന്നെ പ്രവർത്തന മേഖല വളരെ വിപുലമായി ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും. ഞാൻ 2002-03 കാലത്താണ് ABVP അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തകനായിട്ട് ജോയിൻ ചെയ്യുന്നത്. അത് പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂരിൽ. അപ്പോൾ ആ സമയത്താണ് ABVPയിൽ ജോയിൻ ചെയ്യുന്നതും. പക്ഷെ അതിനുശേഷമാണ് പൊതുപ്രവർത്തനം എന്നുള്ള മേഖലയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകനാകണമെന്നും ആഗ്രഹിച്ചത്. പക്ഷേ ABVP നിരവധി അവസരങ്ങൾ ആ സമയത്ത് എനിക്ക് തന്നു. കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളിലും മുഴുവൻ സമയ പ്രവർത്തകനായി വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ വെക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നയിക്കാൻ, വലിയ വലിയ സമരങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ ആ സമയങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, എൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് എനിക്ക് ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കാനുള്ള അവസരം. ഞാൻ കേരളത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഈ 14 ജില്ലയും സംഘടനാ കാര്യം നോക്കുന്ന സംഘടനാ സെക്രട്ടറിയായിരുന്നു. ആ സമയത്ത് എന്നെ മധ്യപ്രദേശിലേക്ക് സംഘടനാ ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ മധ്യപ്രദേശിൽ എന്താണ്, അവിടുത്തെ പൊളിറ്റിക്സ് എന്താണ്, അവിടുത്തെ സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ്, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഒരവസരം. അപ്പോൾ അവിടെ പോയി. അതിനുശേഷം ഡൽഹി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം, നാഷണൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഭാരതത്തിൽ മുഴുവൻ യാത്ര ചെയ്യാനുള്ള അവസരം, ഭാരതം മുഴുവൻ കാണാൻ, ജനങ്ങളെക്കുറിച്ച് അടുത്തറിയാൻ, പ്രവർത്തിക്കാൻ, അവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു അവസരം വിദ്യാർത്ഥി പരിഷത്ത് നൽകിയതാണ്. തലശ്ശേരിയുടെ MLA ആയി വരുമെന്നാണ്? തീർച്ചയായും. കാരണം കേരളത്തിൽ കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഇടതും വലതുമാണ് ഭരിച്ചത്. പക്ഷേ കേരളത്തിൽ ആ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാണാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കഴിഞ്ഞ 2014 തൊട്ട് അതുവരെ ഭാരതീയ ജനതാ പാർട്ടിയെ വർഗീയ പ്രസ്ഥാനമാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഉദയത്തിന് ശേഷം ഭാരതത്തിൻ്റെ ഒരു മുഖച്ഛായ മാറുന്നു. ലോകത്ത് മുഴുവൻ വലിയ സ്വീകാര്യത നരേന്ദ്രമോദി കിട്ടുന്നു. ഒരു ഡെവലപ്മെൻറ്റ് കൺട്രി ആയിട്ട് ഭാരതം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാ അർത്ഥത്തിലും. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യത്തിലായാലും, സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിലായാലും, സൈനിക ശക്തിയുടെ കാര്യത്തിലായാലും, ഹ്യൂമൻ ഇൻഡെക്സിൻ്റെ കാര്യത്തിലായാലും പോലും ഭാരതം 1ാം സ്ഥാനത്തേക്ക് വരുന്നു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിലും വിജയത്തിലെത്തിക്കുക എന്നുള്ളതാണ് കേരളം തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 3ാം ബദലിലേക്കാണ് കേരളം ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ തലശ്ശേരിയിൽ ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി അടക്കമുള്ള MLA-മാരുണ്ടായിരുന്നു. എന്താണ് തലശ്ശേരിയുടെ വികസനം? ജനങ്ങളിത് കാണുകയാണ്. തലശ്ശേരിയിൽ 2 വികസനമാണ് ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണുന്നത്. ഒന്ന്, തലശ്ശേരിയുടെ റെയിൽവേ സ്റ്റേഷൻ, മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എയർപോർട്ടിൻ്റെ സമാനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ 2 ട്രെയിൻ ഒരുമിച്ച് വന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ 1 മണിക്കൂർ യാത്രക്കാർ കാത്തിരിക്കണം. ഞാനിത് കണ്ടതാണ്. നിങ്ങൾ രാവിലെ പോയാൽ ജനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഡെവലപ്മെൻ്റാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ സംസ്ഥാന സർക്കാർ എല്ലാ കാര്യത്തിലും കാണിക്കുന്ന അലംഭാവം, അതാണ് ആ റോഡ് ഡെവലപ്മെൻറ്റ് കാര്യത്തിലുള്ളത്. രണ്ടാമത്തെ, നാഷണൽ ഹൈവേ നമുക്ക് വികസിച്ച് കാണാൻ പറ്റും. പക്ഷേ നാഷണൽ ഹൈവേയിലേക്ക് ജോയിൻ ചെയ്യുന്ന റോഡുകളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ, ഒരു ഡെവലപ്മെൻറ്റ് നരേന്ദ്രമോദിയുടെ മോഡൽ കാണിച്ചു. ആ ഡെവലപ്മെൻറ്റിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് എത്തുന്നില്ല. അതിന് പരിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള MLA-മാർ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പൊളിറ്റിക്കലായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ തലശ്ശേരിക്കാരും ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി വരണം, ഡബിൾ എഞ്ചിൻ സർക്കാർ വരണം. ഇതാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തലശ്ശേരിക്കാരും ആ തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ വീടുകളിലും പോകും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നു. ശ്രീ ഒ നിതീഷ് തലശ്ശേരിയുടെ MLA ആയി മാറിയാൽ
എന്തൊക്കെ സ്പെഷ്യലായി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ആയിട്ടുള്ള ആളുകളൊക്കെ ഭരിച്ച ഒരു സ്ഥലമാണ് തലശ്ശേരി മണ്ഡലം. സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, നമ്മൾ ഇന്ത്യയിൽ മുഴുവൻ യാത്ര ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയ ആളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒന്ന് നമ്മൾ ഹൈദരാബാദ് പോകുമ്പോൾ ഹൈദരാബാദും സെക്കൻഡറാബാദും പണ്ട് കാലത്ത് രണ്ട് സിറ്റിയായിരുന്നു. പക്ഷെ അത് പ്ലാൻ ചെയ്ത അവിടുത്തെ ഭരണകർത്താക്കന്മാർ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരുമിച്ച് മാറ്റി. ഒറീസയും ഭുവനേശ്വറും കട്ടക്കും, ഒറീസ സ്റ്റേറ്റ്, ആ രണ്ടും രണ്ട് സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ അവർ ട്വിൻ സിറ്റിയാക്കി മാറ്റി. എനിക്ക് ഏറ്റവും പറയാനുള്ളത് തലശ്ശേരിയും കണ്ണൂരും ചേർന്നിട്ടുള്ള ഒരു കോറിഡോർ നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. തലശ്ശേരിയും കണ്ണൂരും രണ്ടല്ല ഒന്നാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു വലിയ ഡെവലപ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ടൂറിസത്തിന് വേണ്ടി എവിടെയാണ് തലശ്ശേരിക്കാർ പോകുന്നത്? ശ്രീലങ്കയെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ മാലിദ്വീപിനെ ആശ്രയിക്കേണ്ടി വരും. ഇതേ കാലാവസ്ഥയാണ്, ഇതേ ഭൂപ്രകൃതിയാണ്, ഇതേ ജീവിത രീതി. പക്ഷേ അത് അതിൻ്റെ അടുത്ത സ്റ്റേജിൽ വരിക. നമുക്കൊരു നല്ല ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ വേണ്ടി പറ്റണം. മൂന്നാമത്തെ കാര്യം, ഇവിടുത്തെ വീടുകളിൽ മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ വീടുകളിലൊന്നും യുവാക്കളില്ല. 30 വയസ്സിന് താഴെയുള്ള ഒരു യുവാക്കളെയും നമുക്ക് വീട്ടിൽ കാണാൻ പറ്റില്ല. വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാരാണ് അവിടെ ഉള്ളത്. അവർക്ക് മരുന്നെടുത്ത് കൊടുക്കാൻ പോലും അവരുടെ മക്കൾ ഈ നാട്ടിലാണ്. കാരണം എന്താണ്? ഈ നാട്ടിലെ തൊഴിൽ സമരങ്ങൾ. കണ്ണൂർ ജില്ലയിൽ സ്വാതന്ത്ര്യത്തിന് മുൻപേ തൊഴിൽശാലകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ചരിത്രം പഠിക്കുമ്പോൾ പാണ്ഡികശാല എന്നുള്ള പേരാണ് തലശ്ശേരി കൊടുത്തത്. ഏറ്റവും വലിയ വ്യാവസായിക നഗരങ്ങളായിരുന്നു കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന തലശ്ശേരി. പക്ഷെ അവിടുത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്താണ് നടക്കാത്തത്? ഇവിടെ ബിസിനസ് ഇല്ല, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇവിടെ തൊഴിൽ മേഖലയില്ല. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെ വികലമായ നയവും രണ്ടാമത്തെ ഇവിടുത്തെ സമരവുമാണ് അതിനുള്ള കാരണം. യുവാക്കളെ നമുക്ക് ഇവിടെ നിർത്താൻ വേണ്ടി സാധിക്കും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ ടാലൻ്റ് ഉള്ള ആൾക്കാരാണ് മലയാളികൾ. ടാലൻറ്റിന് ഒരു പ്രശ്നവും കൂടിയുണ്ട്. ടാലൻ്റ് എപ്പോഴും അവസരം തേടി പോകുന്നത്. അവസരമില്ലാത്തതാണ് കേരളത്തിലെ യുവാക്കളുടെ പ്രശ്നം. അവസരമില്ലാത്തതാണ് കേരളത്തിൻ്റെ പ്രശ്നം. ആ അവസരത്തിന് വേണ്ടി, ആ അവസരം തലശ്ശേരിയിൽ കൊണ്ടുവരും എന്നുള്ളതാണ് എനിക്കൊരു അവസരം തന്നാൽ ഞാൻ ഏറ്റവും പ്രാധാന്യമായിട്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ തലായി പോലുള്ള സ്ഥലങ്ങളിലുള്ള സാധാരണക്കാരും അടിസ്ഥാന വർഗത്തിന്, അടിസ്ഥാന ജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളല്ല ചെയ്യുന്നത്. വലിയ പൈസ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് പണം വന്നിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ തുറമുഖം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഈ മത്സ്യബന്ധന തുറമുഖം, അതിൻ്റെ എന്താണ് പറയുക, ഒരു നോക്കുകുത്തിയായിട്ട് അവിടെ നിൽക്കുകയാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രി 2,30,00,000 എന്താണ് ഇൻവെസ്റ്റ് ചെയ്തത്? വലിയ മാമാങ്കം, ഉദ്ഘാടന മാമാങ്കം മുൻ MLA നടത്തി. പക്ഷെ എന്താണ് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ്? എന്താണ്? ഇപ്പോഴും ട്രോമ കെയർ, കാഷ്വാലിറ്റി ഒക്കെ പൂട്ടിയിരിക്കുകയാണ്. അത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ അടിയന്തിരമായി ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് എൻ്റെ മുന്നിലുള്ളത്. അതിനുള്ള അവസരമാണ് BJPയുടെ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഞാൻ പൊതുസമൂഹത്തോട്, തലശ്ശേരിക്കാരോട് ചോദിക്കുന്നത്. നമ്മൾ ഈ വല്ലാത്തൊരു എനർജി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചോദിക്കാണ്ടിരുന്നത്. ഇപ്പം നമ്മളെപ്പോഴും പറയുന്നത്, ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അതിന് ഈ അവകാശവാദങ്ങളാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുള്ളത്. എന്താണ് സാധാരണ പറയുന്നത്? കേന്ദ്ര പദ്ധതികൾ സത്യത്തിൽ ലെവലിൽ ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മീൻസ് ഇടതുപക്ഷം മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഭരണം നടത്തുന്നു. 2 തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യം നോക്കുക. ഇടതുപക്ഷം വരും, എല്ലാം ശരിയാവും, പിന്നെ തുടരും. ഇപ്പം എന്താണ്? തുടരും എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ ഫേക്ക് നറേറ്റീവാണ് വെച്ചിട്ടുള്ളത്. അതേ ഫേക്ക് നറേറ്റീവാണ് ഇവിടെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ആ ഫേക്ക് നറേറ്റീവിനെ പൊളിക്കുക. യഥാർത്ഥ ഡെവലപ്മെന്റ് എന്താണ് BJPക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യം? BJP നമുക്കറിയാം, 2014 ശേഷം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും. വലിയ ഹൈവേ, വലിയ റോഡുകൾ, എയർപോർട്ടുകൾ, നമ്മുടെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുന്നു. യുവാക്കൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. മുദ്രാ ലോൺ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. 70 വയസ്സുള്ള കഴിഞ്ഞവർക്ക് പൂർണ്ണമായിട്ടുള്ള സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കുന്നു. ഓരോ വീട്ടിലും നമ്മൾ വെറുതെ യാത്ര ചെയ്യുമ്പോൾ ഓരോ വീട്ടിലും നിങ്ങൾ ചോദിച്ചോളൂ. ഇത് ഞാൻ BJPക്കാരൻ പറയുമ്പോൾ വലിയ അവകാശവാദം ഉന്നയിക്കുന്നു പറയുന്നത്. നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും അത് പരിശോധിക്കുന്നത്. ഓരോ വീട്ടിലും നരേന്ദ്രമോദിയുടെ ഒരു ഗുണഭോക്താവില്ലാത്ത വീടുണ്ടാവില്ല ഇന്ത്യയിൽ മുഴുവൻ. കേരളത്തിലുണ്ട്. കേരളത്തിലെ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ അവകാശവാദം ഉന്നയിക്കുന്നല്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിക്ക് അവകാശം ഉന്നയിക്കുക എന്നുള്ള പണിയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടതുപക്ഷം ചെയ്തത്. അത് ഹൈവേയുടെ BJP എത്തിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രചണ്ഡമായ പ്രചരണത്തിലുള്ള ഒരു സംവിധാനം, സംഘടനാ സംവിധാനം, അത് ഞാൻ അംഗീകരിക്കുന്നു. ആ സംവിധാനം കേരളത്തിലുണ്ട്. പക്ഷേ അത് പൊളിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാണ് തെക്കൻ കേരളത്തിലൊക്കെ വലിയ ട്രെൻഡ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ മേയറെ നമ്മളെ ജയിപ്പിച്ചു. ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ വന്നാൽ വികസനം ഉണ്ടാവും, ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ആ വിജയം കാണിക്കുന്നത്. ആ തരത്തിലുള്ള വിജയം നമുക്ക് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഈ അവകാശവാദം ഉന്നയിക്കുന്ന പരിപാടി കേരളത്തിൽ അവസാനിപ്പിക്കണം. ജനങ്ങൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ
കേന്ദ്ര ഗവൺമെന്റ് 60% ഫണ്ട് കൊടുക്കുമ്പോൾ 40% സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കാം. പക്ഷെ അത് കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടുത്തെ സാധാരണക്കാരന് സൗജന്യ ചികിത്സ ലഭിക്കാത്തത്. ഒന്ന് ആലോചിച്ച് നോക്ക്. PM ശ്രീ പദ്ധതി വേണ്ടാന്ന് വെച്ചു. എന്തിനാണ്? ഇവിടുത്തെ സാധാരണക്കാരന്റെ വിദ്യാർത്ഥികളാണ് PM ശ്രീ പദ്ധതിയുടെ ഗുണം അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സാധാരണക്കാരായ ജനങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു വിലങ്ങുതടിയായിട്ടാണ് സർക്കാർ നിൽക്കുന്നത്. അതിനെന്തിനാ പൊളിറ്റിക്സ് കാണിക്കുന്നത്? ഇത്രയൊന്നും പൊളിറ്റിക്സിന്റെ ആവശ്യമില്ല. വികസനമാണ്, വികസനത്തിന് പൊളിറ്റിക്സ് ഇല്ല. വികസനം എന്ന് പറയുന്നത് വികസനം മാത്രമാണ് എന്ന് ഇവിടുത്തെ ഇടതുപക്ഷം മനസ്സിലാക്കണം. ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ സംസ്ഥാന തലത്തിൽ പറയുമ്പോൾ ഒരുപാട് ഡീലിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ പാലക്കാട് ഉൾപ്പെടെ. എന്താണ് അതിനകത്ത് പറയാനുള്ളത്? അങ്ങനെയൊന്നും ഡീലൊന്നും നടത്തി ജനങ്ങൾ എന്താണ്, കേരളത്തിലെ രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധമായ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ്. ഈ ഡീലൊന്നും ജനങ്ങൾ വിശ്വസിക്കൂല. BJPക്ക് ജയിക്കാൻ ഡീലിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ BJP ജയിക്കും എന്നുള്ളത് പേടിയാണ്. പല സ്ഥലങ്ങളിലും, പാലക്കാട് അടക്കം, തിരുവനന്തപുരത്ത് എല്ലാ സ്ഥലവും, കേരളത്തിൽ മുഴുവൻ താമര വിരിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ താമര വിരിയും എന്നുള്ള പേടിയാണ്, ഭയപ്പാടാണ് ഇടതും വലതും ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഒരു തരത്തിലുള്ള ഡീലും BJP നടത്തേണ്ട കാര്യമില്ല. ഈ തവണ BJPക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. തലശ്ശേരി പോലുള്ള ഒരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള സാന്നിധ്യം ഈ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പിന്നെ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. വളർച്ചയുടെ പാതയിലാണ്. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് നിങ്ങളിപ്പം മത്സരിക്കുകയും ചെയ്യുന്നത്. അതെ, അതുകൊണ്ടാണ് ആ കോൺഫിഡൻസിൻ്റെ ലെവൽ. തീർച്ചയായും. ഒന്ന്, തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ 189 ബൂത്താണുള്ളത്. അതിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമം, ആ അക്രമ വിഷയം ഞാൻ ഈ ചർച്ച ചെയ്യുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് ചർച്ചയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുമ്പോഴും പല സ്ഥലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് പോകാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. നിങ്ങൾ പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ പറയും പോകാം, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ ഒരു അന്തരീക്ഷം. ബൂത്തിലിരിക്കാൻ ഏകദേശം 60, ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, 60-65 ബൂത്തുകളിലേക്ക് BJPയുടെ പ്രവർത്തകർ വളരെ റിസ്ക് എടുത്തിട്ടാണ്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുട്ടിമാക്കൂൽ പോലുള്ള സ്ഥലങ്ങളിൽ BJPയുടെ പ്രതിനിധി ബൂത്തിലിരുന്നത് വളരെ റിസ്ക് എടുത്തിട്ടാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേനും ആൾക്കാർ കൂടുക, സംഘർഷം ഉണ്ടാക്കുക, അങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ എല്ലാ ബൂത്തുകളിലും BJPക്ക് 100+ വോട്ടാണ്. നമ്മൾ പ്രവർത്തിക്കാത്ത സ്ഥലത്ത് പോലും, നമുക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലത്ത് പോലും ജനങ്ങൾ ആരാണ് വോട്ട് ചെയ്യുന്നത് പോലും മനസ്സിലാവുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ BJPയുടെ കാൻഡിഡേറ്റിന് 20-25 വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ സ്ഥലത്ത് 200-300 വോട്ട് കിട്ടിയ പല വാർഡുകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് BJPക്ക് വലിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ സ്ഥലങ്ങളിലെയും ജനങ്ങൾ, എല്ലാ ബൂത്തിലെയും ജനങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടത്. അതിൻ്റെ തുടർച്ച നമുക്ക് തലശ്ശേരി ഇലക്ഷനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ കാണുന്നത് LDF ആണ്. LDFിൻ്റെ ഉള്ളിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മെമ്പർ അടക്കം ഉള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നു, സുധാകരൻ അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെ BJPക്ക് ഗുണകരമായിട്ട് പിന്നെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമ്മൾ ബംഗാളിലും ത്രിപുരയൊക്കെ ഞാൻ യാത്ര ചെയ്തു. അവിടെ ഏറ്റവും ആദ്യം സംഭവിച്ചത്, ഈ ഭരണമാറ്റം സംഭവിക്കുമെന്ന് ത്രിപുരയെ പറഞ്ഞ സമയത്ത്, ഞാൻ ആ സമയത്ത് നാഷണൽ സെക്രട്ടറിയാണ്, ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. 4% വോട്ടിൽ നിന്ന് എങ്ങനെയാണ് 40%-ലേക്ക് എത്തുക. പക്ഷേ അവിടുത്തെ നമ്മുടെ BJPയുടെ നേതാക്കന്മാർ പറഞ്ഞത്, അവിടുത്തെ നേതാക്കന്മാർക്കും അണികൾക്കും മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് വലിയ നിരാശയുണ്ട്. അവരെന്താണോ ആഗ്രഹിച്ചത്, അവരെന്താണോ പറഞ്ഞത്, അതൊന്നും നടപ്പിലാവാതെ, എന്താണ് പറയുക, മാസപ്പടി വാങ്ങുന്ന മുഖ്യമന്ത്രിയുടെ മകളുള്ള ഈ സ്ഥലത്ത് ബന്ധുക്കളെ മാത്രം മന്ത്രിസഭയിലേക്ക് എടുക്കുന്ന ഈ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, അണികൾ, അതിൽ വിശ്വസിച്ചവർ മുഴുവൻ നിരാശയിലാണ്. ആ നിരാശയിൽ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉദയം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് യാഥാർത്ഥ്യം. ഒരു ത്രികോണ മത്സരം ഉണ്ടോ? തീർച്ചയായും ത്രികോണ മത്സരം ഉണ്ട്. കോൺഫിഡൻ്റ് ആണ്. തീർച്ചയായും കോൺഫിഡൻ്റ്. അതെ. രണ്ട് മുന്നണികളെ എങ്ങനെ നേരിടും? തീർച്ചയായും BJP, നരേന്ദ്രമോദി നമ്മൾ നേരിടേണ്ട കാര്യമില്ല. ജനങ്ങൾ BJPയോടൊപ്പം ചേരാൻ തയ്യാറായിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ വികസനം ജനങ്ങൾ കണ്ടിരിക്കുകയാണ്. നമ്മൾ പല ഇലക്ഷൻ നേരിട്ടിട്ടുണ്ട്. പണ്ട് നമ്മൾ BJPയുടെ ഭരണമില്ലാത്ത കാലത്ത് BJP വന്നാൽ ഇത് ചെയ്യും അത് ചെയ്യും എന്ന് പറയുന്നത് മാത്രമാണ് ജനങ്ങൾ കേട്ടത്. പക്ഷേ 2014 തൊട്ട് BJPയുടെ പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാം നടപ്പിലാക്കിയിട്ടാണ് മൂന്നാം നരേന്ദ്രമോദി വന്നിട്ടുള്ളത്.
അതുകൊണ്ട് അത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. പണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പല ന്യൂസുകളും ബി ജെ പിയുടേതായിട്ട് കൊടുക്കാറില്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങളിലൂടെ ലോകത്ത് മുഴുവൻ നടക്കുന്ന നരേന്ദ്രമോദിയുടെ, ലോകം നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദിയാണ് എന്ന് ഇപ്പോഴത്തെ പുതുതലമുറ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ബി ജെ പി തന്നെയാണ്, നരേന്ദ്രമോദി തന്നെയാണ് നമ്മുടെ ബ്രാൻഡ്. അതുകൊണ്ട് ബി ജെ പിയോടൊപ്പം ജനങ്ങൾ വരാൻ തയ്യാറാണ്. ഉറപ്പായിട്ടും ബി ജെ പിയുടെ വിജയം ഉണ്ടാവും, ബി ജെ പി ജയിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. സംസ്ഥാനത്ത് എത്ര സീറ്റ് കിട്ടും? അത് സംസ്ഥാന അധ്യക്ഷൻ പറയേണ്ട ചോദ്യമാണ്. അത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ നമുക്ക് നിതീഷിന് പിന്നെ തീർച്ചയായും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനും നിയമസഭയിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണമായും വിജയപ്രതീക്ഷയിലാണ് നിതീഷ്. തീർച്ചയായും. തലശ്ശേരി മണ്ഡലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിട്ടി സ്വദേശിയാണ്. അതെ, ഇരിട്ടി സ്വദേശി. എന്നാലും തലശ്ശേരിയായിട്ട് ആത്മബന്ധം. അതെ, അപ്പം എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് തന്നെയാണല്ലോ. അതെ. അപ്പോൾ എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിലവിലുള്ള ഇത് സിറ്റിംഗ് സീറ്റാണ്, LDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ, സ്പീക്കർ ഉൾപ്പെടെ ഇരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇതിലുപരിയായിട്ട് നിതീഷ് അധികാരത്തിലേക്ക് വന്നാൽ എന്തൊക്കെയാണ് തലശ്ശേരി മണ്ഡലത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഇതിൽ 2 ചോദ്യമാണ് ചോദിച്ചത്. ആദ്യം തലശ്ശേരിയുമായിട്ടുള്ള എൻ്റെ ബന്ധം. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ABVP ജോയിൻ ചെയ്തു. ABVP ജില്ലാ സെക്രട്ടറി എന്നുള്ള ചുമതലയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ മുഴുവൻ യാത്ര ചെയ്യാനും സംഘടനാ പ്രവർത്തനം നയിക്കാനും എനിക്ക് അവസരം കിട്ടിയിരുന്നു. അതുകൊണ്ട് തലശ്ശേരി എനിക്ക് അന്യമല്ല. രണ്ടാമത് 2004 തൊട്ട് 2006 വരെ ഞാൻ തലശ്ശേരിയിൽ ഉണ്ടായിരുന്നു. തലശ്ശേരിയിലെ നിരവധി സമരങ്ങൾ, നിങ്ങൾ പഴയ പോലീസ് റെക്കോർഡ് പരിശോധിച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ രജനി എസ് ആനന്ദ് പറഞ്ഞ ഒരു പെൺകുട്ടി, നമ്മുടെ +2 ഡയറക്ടറേറ്റിൻ്റെ തിരുവനന്തപുരം, അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിൽ നിന്ന് ചാടി വീണു. വികലമായ സ്വാശ്രയ നയത്തിൻ്റെ വിഷയവുമായി ബന്ധം അതിൽ സമരം നയിച്ചിട്ട് ഞാൻ പൊതുസമരത്തിൽ ആദ്യമായിട്ട് ജയിലിൽ പോകുന്നത് ഈ തലശ്ശേരിയിൽ നിന്ന് സമരം നടത്തിയിട്ടാണ്. അന്ന് തൊട്ട് ഈ തലശ്ശേരിയിൽ എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തലശ്ശേരിയിൽ അന്യനല്ല. തലശ്ശേരിയുടെ ഓരോ കാര്യങ്ങളും, ഓരോ സ്ഥലവും, ഓരോ ഗ്രാസ് റൂട്ട് ലെവൽ എനിക്ക് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത അനുഭവം. രണ്ടാമത്തേത്, നേരത്തെ പറഞ്ഞ പല ആൾക്കാരും, MLA മാരും വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇവിടുന്ന് ജയിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ആ തരത്തിലുള്ള ഒരു വികസനം തലശ്ശേരിയിൽ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിൽ 2-3 കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. തലായിലെ ഈ മത്സ്യബന്ധന തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ, അത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ഒരു വേഗത, അതിൽ ജനങ്ങൾക്ക് മുഴുവൻ ആശങ്കയുണ്ട്. ആ തരത്തിൽ മുന്നോട്ട് പോകുന്നില്ല. ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയും, എത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളാണ്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് കോൺക്രീറ്റ് ചെയ്ത റോഡുള്ള ഒരു എന്താ പറയേണ്ട അത്ഭുതം എന്ന് പറയാം ആ റോഡിനൊക്കെ. അങ്ങനെ അത്രയും റോഡുള്ള ഒരു തലശ്ശേരിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിൽ നിന്ന് ഒരു വ്യത്യാസമില്ല. അത് മുഴുവൻ പൊളിച്ച് വേറെ ഉണ്ടാക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ റിംഗ് റോഡ് പോലുള്ള വലിയ വലിയ സിറ്റികൾ, നമ്മൾ ഡൽഹിയിൽ പോകുമ്പോഴും മറ്റേ ചെന്നൈയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാം, സിറ്റി മുഴുവൻ റിംഗ് റോഡുകൾ സ്ഥാപിച്ച് സിറ്റിയിലെ ഈ ആളുകൾ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വികസനത്തിന് ഇവരൊന്നും നേതൃത്വം കൊടുത്തില്ല. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും വലിയ ഒരു, ഞാൻ വിശ്വസിക്കുന്ന തലശ്ശേരിയുടെ കുറേ പ്രൈഡ് ഉണ്ട്. നമ്മളിപ്പോൾ സർക്കസ്, കേക്ക്, ക്രിക്കറ്റ്, അതിൽ മാത്രം അതിൻ്റെ ഒരു അതിനപ്പുറത്തേക്ക് അതിലും പുരാതനമായി, അതിലും പഴയ കാലം ചിന്തിച്ചാൽ ഇവിടെയാണ് വിജ്ഞാന ഏറ്റവും വലിയ അറിവുണ്ടായിരുന്ന ആദ്യത്തെ മലയാള പത്രം, നമ്മുടെ മലയാള ഭാഷയുടെ നിഘണ്ടു, ആ തരത്തിലുള്ള ഒരു വിജ്ഞാനത്തിന്റെ ഒരു തുടക്കം തലശ്ശേരിയിലാണ് കുറിച്ചത്. എന്താണ് കേരളത്തിൽ പൈതൃകം നിലനിൽക്കുന്നില്ല. ആ പൈതൃകം സംരക്ഷിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ആണ് സ്പോർട്സ്, മീൻസ് ക്രിക്കറ്റ് മാത്രമല്ല പറയുന്നത്, കളരിയുടെ ഉദ്ഭവം എവിടെയാണ്? തലശ്ശേരിയിലാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്താണ് ഇത്രയും നാൾ ചെയ്തത്? ഒരു കളരി അക്കാഡമി തുടങ്ങാൻ, അല്ലെങ്കിൽ സ്പോർട്സ് അക്കാഡമി തുടങ്ങാൻ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കില്ല. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി, വ്യാവസായിക ശാലകൾ പുനർനിർമ്മിക്കാൻ, വ്യവസായത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഒന്ന്, ഈ കാലഘട്ടത്തിൽ AI-യുടെ കാലഘട്ടമാണ്, ബയോടെക്നോളജിയുടെ കാലമാണ്. ഇവിടെ എന്താണ് ഒരു കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കാൻ എന്താണ് ആ തൊഴിൽശാല, മീൻസ് ഫാക്ടറികൾ, ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ എന്താണ് പറ്റാതിരുന്നത്? അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഭരണകർത്താക്കൾ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇവിടെ കേവലം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് പൊളിറ്റിക്സ് എന്ന നിലക്കാണ് തലശ്ശേരിയെ ഇവർ നോക്കിക്കാണുന്നത്. ഞാൻ അതിൽ എപ്പോഴും പറയും, തലശ്ശേരി മണ്ഡലം പുനർഘടന പോലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാക്കി മാറ്റിയതാണ്. അപ്പോൾ ആ തരത്തിലുള്ള കാര്യമാണ്, തികച്ചും പൊളിറ്റിക്സ് മാത്രമാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടായിരിക്കണം, സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനായിരിക്കണം, രാജ്യത്തിൻ്റെ വികസനത്തിനായിരിക്കണം. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട്
വികസനം, ഞാൻ എപ്പോഴും പറയുന്നത് പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്. വികസനത്തിന് തന്നെയായിരിക്കും ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. വികസനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ 9-ാം തീയതി. തീർച്ചയായും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്. രാഷ്ട്രീയം ഒരു ഉപാധിയാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ, ജനങ്ങളോട് ആശയം പറയാൻ, ജനങ്ങളുടെ മുന്നോട്ട് പോക്കിനുള്ള ഒരു ഉപാധിയാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയം കളിക്കരുത്. രാഷ്ട്രീയം വികസനത്തിന് വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം BJPയുടെ ഒരു ശക്തമായ ഒരു സാന്നിധ്യമായിട്ടാണ് ഇപ്പോൾ തലശ്ശേരിയിലുള്ളത്. എന്താണ് ഇപ്പോൾ സംഘടനയുടെ നിലവിലുള്ള ഉത്തരവാദിത്വം? ഇപ്പം നിലവിൽ BJPയുടെ സംസ്ഥാന സമിതി അംഗമാണ്. അതോടൊപ്പം തന്നെ ഭാരതീയ യുവമോർച്ചയുടെ സംസ്ഥാന ഇൻചാർജ്, അത് എൻ്റെ ചുമതലയാണ്. യുവാക്കളെ സംഘടിപ്പിക്കുക, യുവാക്കൾ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, അത്തരത്തിലുള്ള കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് അതിൻ്റെ അഡ്വൈസറി ബോർഡിലെ മെമ്പറാണ്. പിന്നെ കോഴിക്കോട് നോർത്ത് ജില്ല എന്ന് പറയും, ആ ജില്ലയുടെ ഇൻചാർജ് കൂടിയാണ്. ഇതാണ് സംഘടനാപരമായി. മതേതരത്വം ആണല്ലോ എപ്പോഴും ചർച്ചാ വിഷയം. തീർച്ചയായും BJP എങ്ങനെയാണ് സമീപിക്കുന്നതിന്? BJP അങ്ങനെ ജനങ്ങളെ മുഴുവൻ, മോദിജി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാരതത്തിലെ എത്രയാണോ ജനങ്ങളുള്ളത്, ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് BJP പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് BJPയുടെ കാഴ്ചപ്പാടിൽ ഒരിക്കലും മതം നമ്മൾ കൂട്ടിച്ചേർക്കാറില്ല. ജനങ്ങളാണ് BJPക്ക് മുന്നിൽ ഉള്ളത്, ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. നരേന്ദ്രമോദിനെ മുന്നിൽ നിർത്തി തന്നെയാണ് മത്സരം. തീർച്ചയായും നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടാണ്, വികസനമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ആ വികസനത്തിനാണ് വോട്ട്. നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്ക് അടങ്ങാത്ത വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് വോട്ടായിട്ട് മാറാൻ വേണ്ടി പോകുന്നത്. ഗ്രാമികയുടെ പ്രേക്ഷകരോട് പിന്നെ വളരെ ചുരുങ്ങിയ വാക്കിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ഒരു യുവാവ് എന്ന നിലക്ക് ഒരു അവസരം തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കും. എല്ലാവർക്കും നമസ്കാരം. ഏതായാലും യുവത്വത്തിൻ്റെ ഒരു ഫീല് പ്രേക്ഷകർക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. നന്ദി. ഈ തിരക്കിനിടയിലും നമുക്കൊരു ചെറിയൊരു അഭിമുഖം അനുവദിച്ചതിൽ വലിയ നന്ദി. നമസ്തേ. ജനസമക്ഷത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.